ഇന്ന് രാവിലെ മുതലേ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളിലും മലയാള മാധ്യമങ്ങളിലും അതുപോലെ മറ്റ് ചില എന്താ പറയുക ന്യൂസ് ചാനലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മുസ്തഫ കംനി കൊല്ലപ്പെട്ടു, അതല്ലെങ്കിൽ അത്യാസന്ന നിലയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇസ്രായേലി പത്രങ്ങളാണ് ആദ്യം പുറത്തു വിട്ടത് എന്ന് പറയുന്നുണ്ട്. ഇന്നലെ ടൈംസ് ഓഫ് ഇസ്രായേലിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിലെ ആദ്യ ദിവസം തന്നെ നമുക്കറിയാം മിനാബ് സ്കൂളും അതിൻ്റെ കൂടെ തന്നെ ആയത്തുള്ള ഖാംനി കുടുംബം, മുസ്തഫ ഖാംനി എല്ലാവരും അടങ്ങിയിരിക്കുന്ന സ്ഥലത്തോട്ടായിരുന്നു അമേരിക്കയുടെ ബോംബാക്രമണം. അതിൽ ഖാംനിയെ മരിച്ചു. എനിക്ക് തോന്നുന്നു ഖാംനിയുടെ വൈഫ് മരിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴും അയാളുടെ മകൾ മരിച്ചു, മകളുടെ ഹസ്ബൻഡ്, അവളുടെ മക്കൾ ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ 165-170 പിള്ളേരുമാണെന്ന് മരിച്ചിട്ടുള്ളത്. അന്ന് മുതൽ കാണാതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സോഷ്യൽ എന്താ പറയുക ആക്ടിവിറ്റികളിലോ അതല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു കാര്യങ്ങളിലും നമ്മൾ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇതുവരെ കാണാത്ത ആളാണ് മുസ്തഫ. അതിനുശേഷം ഇതിൽ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി, കാലുകളൊക്കെ നഷ്ടപ്പെട്ടു. ആളെ മറ്റ് ശസ്ത്രക്രിയകൾക്കും അതല്ലെങ്കിൽ മറ്റ് ഓപ്പറേഷണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ റഷ്യയിലോട്ട് മാറ്റി എന്നുള്ള വാർത്ത നമ്മൾ കണ്ടിരുന്നു. പുട്ടിൻ്റെ ഡയറക്റ്റ് നേരിട്ടുള്ള ഒരു ഇടപെടലാണ്. അതായത് പുട്ടിൻ്റെ പ്രസിഡൻഷ്യൽ സ്യൂട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലോട്ടാണ് മുസ്തഫ ഖാംനിയെ മാറ്റിയിട്ടുള്ളത് എന്നുള്ള പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേപോലെ തന്നെ ഒരു 1 മന്ത് കഴിഞ്ഞപ്പം നെതന്യാഹു അടക്കമുള്ള അമേരിക്ക മറ്റ് എല്ലാ ആളുകളും എന്ന് പറഞ്ഞു മുസ്തഫ ഖാംനി മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ന്യൂസ് പുറത്തു വന്നു. അത് കഴിഞ്ഞ് വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ വന്ന് പറഞ്ഞു ഇല്ല, ഖാംനി മരണപ്പെട്ടിട്ടില്ല, അതായത് മുസ്തഫ മരണപ്പെട്ടിട്ടില്ല, അത് ഫേക്ക് ന്യൂസാണ്. പിന്നെ കഴിഞ്ഞ മാസം വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് വന്ന് പറഞ്ഞു ഞങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് മുസ്തഫ ഖാംനി മരണപ്പെട്ടിട്ടില്ല, ആളിപ്പോഴും ഇവിടെ, അതായത് അന്നത്തെ പരിക്കുകളോടുകൂടി അതിൽ നിന്ന് മാറി ഇപ്പോഴും ഇറാൻ്റെ കൺട്രോൾ ആളുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ള വാർത്ത കണ്ടു. പിന്നെ 2 ആഴ്ച മുമ്പ് വീണ്ടും നെതന്യാഹു എന്ന് പറഞ്ഞു ഇതേ വാർത്ത തന്നെ, മരണപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇന്നലെ വീണ്ടും ഒരു പത്രം, ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ പോലത്തെ 1-2 പത്രങ്ങൾ പറയുന്നു മുസ്തഫ ഖാംനി അതീവ ഗുരുതരാവസ്ഥയിലാണ്, എപ്പം വേണമെങ്കിലും മരണപ്പെടാം, അതല്ലെങ്കിൽ മരണപ്പെട്ടു, ഇനി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നാൽ തന്നെ ഇറാൻ അത് ഞെട്ടലില്ല എന്നും പറഞ്ഞിട്ടുള്ളൊരു വാർത്തയെ പുറത്തു വന്നത്. അപ്പോൾ ആ ഒരു വാർത്ത വരാനുള്ള കാരണം ഇനിയിപ്പോൾ മുസ്തഫ ഖാംനി മരണപ്പെട്ടാൽ പോലും ഇറാൻ അതിൽ ഞെട്ടലില്ല, ഇറാൻ്റെ ഇപ്പോഴത്തെ റെജീം അല്ലെങ്കിൽ ഇപ്പം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു പ്രശ്നമേ അല്ല എന്ന് പറയാൻ കാരണം ഈ വാറ് കംപ്ലീറ്റ് ഇപ്പോൾ ഈ 3.5-4 മാസത്തോളം ഈ വാറ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തത് മുസ്തഫ ഖാംനി എന്ന് പറഞ്ഞ ഒരാളല്ല. അതായത് ഇറാൻ റെജീമിൽ ഇപ്പോൾ ഉള്ള ആളുകളെ ആരൊക്കെ ഉണ്ടോ, ഇപ്പം ആയത്തുള്ള അലി ഖാംനി മുതൽ മറ്റുള്ള പല ആളുകളെയും, ഈ അലി ലാരിജാനി പോലത്തെ ഒരുപാട് ആളുകളെ ഇതൊക്കെ കൺട്രോൾ പണ്ട് ചെയ്തിരുന്ന ആളുകളൊക്കെ തുടക്കത്തിൽ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മുസ്തഫ ഖാംനി ആണെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ തുടക്കകാലങ്ങളിൽ മൊത്തം വന്നിട്ടുള്ളത്. അതിനുശേഷം ഇറാൻ്റെ യുദ്ധങ്ങൾ അവിടെ 30 ഷെഡ്യൂളുകളാക്കിയിട്ട് അല്ലെങ്കിൽ 30 ബാച്ചുകളായിട്ടാണ് അവർ ഈ യുദ്ധം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാൻ്റെ ഈ മലനിരകളുടെ അടിയിലൊക്കെ എവിടെയൊക്കെയാണ് ഇപ്പോഴും മിസൈലുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്, മിസൈൽ പ്രൊഡക്ഷൻ എവിടെയാണ്, അവരുടെ ഈ ആണവോർജ പദ്ധതികൾ എവിടെയൊക്കെയെന്നുള്ളത് ഇപ്പോഴും വളരെ കുറഞ്ഞ നമ്പേഴ്സ് മാത്രമേ അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ലോകരാജ്യങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. എവിടെയാണ്, ആരൊക്കെയാണ്, ഇതൊക്കെ പ്രവിശ്യയിലാണ് ഇവരുടെ നേതാക്കൾ, ബാക്കിയുള്ള സെക്കൻഡ് റൗണ്ട് ഓഫ് നേതാക്കൾ ഇരിക്കുന്നതെന്നോ അവർ എവിടെ നിന്നൊക്കെയാണ് മിസൈലുകൾ തൊടുത്തു വിടുന്നതെന്നോ മിസൈൽ ലോഞ്ചറുകൾ എവിടെയെന്നോ ഇതുവരെ അമേരിക്കക്കോ ഇസ്രായേലിനോ കിട്ടിയിട്ടില്ല. ഇനി മുസ്തഫ ഖാംനിയല്ല, അതിന് ശേഷം ഇവർ റെഡിയാക്കി വെച്ചിട്ടുള്ള മറ്റൊരു റെജീമിൻ്റെ ഹെഡിലോട്ട് വരുന്ന ആൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ഇറാൻ ഇപ്പം എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നത്, ഇറാൻ അതുപോലെ തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ പിന്നെ അവിടെ വല്ല അനുഭവമൊക്കെ ഇട്ടിട്ട് അവിടുത്തെ മൊത്തം ആളുകൾ അങ്ങോട്ട് തീർത്തേക്കണം. അതല്ലാണ്ട് തോറ്റു എന്ന് പറഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ ഇറാൻ തോറ്റു എന്ന് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കംപ്ലീറ്റ്ലി മുട്ട് മടക്കി റാ പോലെ വളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ട്രംപും നെതന്യാഹുവും ഇറാനെ തൊടാൻ പറ്റാണ്ട്. അതിൻ്റെ പിന്നെ കൂടെ ഇപ്പുറത്ത് പോയിട്ട് സകല ഗൾഫ് രാജ്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലപ്പോൾ ഉള്ളത്. അത് ഇത്രയും 4 മാസം കൊണ്ട് 2 ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ യുദ്ധം 4 മാസം കൊണ്ട് തീരാതെ ഇപ്പോഴും അതുപോലെ തന്നെ ഇറാൻ്റെ സിഗ്നേച്ചറിന് വേണ്ടിയിട്ടും ഇറാൻ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടും അമേരിക്കയും ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളും നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇറാൻ്റെ പവർ എത്രത്തോളം ഉണ്ട്, സൂപ്പർ പവർ ഇറാൻ എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരുന്നത് തന്നെയാണ്. ഇനി ഇതേ ന്യൂസ് വന്ന സമയത്ത് തന്നെ, ഇപ്പോൾ ഈ ന്യൂസ് വന്ന സമയത്ത് തന്നെ IRGC മുസ്തഫയുടെ ഒരു പഴയ വീഡിയോ ആണ്, പുതിയതല്ല, കുറച്ച് മുമ്പത്തെ ഒരു വീഡിയോ വീണ്ടും റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ മുമ്പ് റിലീസ്ഡ് ആയിരുന്നു, അതായത് ഇത്ര ക്ലാരിറ്റിയിൽ ഈ വീഡിയോ മുമ്പ് വന്നിട്ടില്ല. ഇതിൻ്റെ ചെറിയൊരു ഭാഗം അന്നും വന്നിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളി അവിടുത്തെ കുറേ ഇസ്ലാമിക് സ്കോളേഴ്സുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ, അതൊന്നുകൂടെ ക്ലാരിറ്റിയിൽ ഇപ്പോൾ IRGC വീണ്ടും ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോ ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു. നമ്മൾ ഏകദേശം ഒരു 2 മാസം മുമ്പ് ഇതേപോലെ ഇവർ മുസ്തഫ ഖാംനി മരണപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് IRGC റിലീസ് ചെയ്തിരുന്നു. അതേ പിക്ചർ അല്ലെങ്കിൽ അതേ ഇമേജ് വീണ്ടും അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ പെഷഷ്കിയാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു കാര്യങ്ങളും
മുസ്തഫയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആൾ അത്രയും സെക്യൂർ ആയിട്ടുള്ള സ്ഥലത്താണ്. ഇനി അവിടെ അത് ട്രീറ്റ്മെൻറ്റ് ഏരിയ ആണോ എന്താണെന്നൊന്നും പുറത്തോട്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ വളരെ ദുർഘടമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും ആ സ്ഥലങ്ങളിലില്ല. അതായത് പുള്ളിന് എവിടെയാണോ പുള്ളി നിൽക്കുന്ന ആ ഭാഗത്തില്ല. അവിടെ ഒരു തരത്തിലുള്ള എന്താ പറയുക, ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വെച്ചിട്ട് അയാളെ ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സംവിധാനങ്ങൾക്കും കഴിയാത്ത രീതിയിലാണ് പലതരം ദൂതർ, അതായത് അങ്ങോട്ടൊരു സാധനം എത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ടൊരു കാര്യം പറയണമെങ്കിൽ ദൂതർ വഴിയാണ്. അത് ഒരാളുകളാണ് ചെയ്തിട്ടുള്ളത്. ഒരാൾ ഒരു സ്ഥലത്ത് കൊടുക്കും, ആൾ മറ്റു സ്ഥലത്ത് കൊടുക്കും. അങ്ങനെ പല ദൂതരെ കണക്ട് ചെയ്തിട്ടാണ് പുള്ളിയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്ന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പ്രശസ്തിയാൻ വീണ്ടും അത് തന്നെ ഇന്നലെ വന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം പുള്ളി മരണപ്പെട്ടിട്ടുണ്ടോ, ഇനി അതല്ല ഇത്രയും കാലം പുള്ളി ഇനി കോമ സ്റ്റേജിലോ ഇനി അങ്ങനെ വല്ലതും ആണെങ്കിൽ പോലും ഇറാൻ എങ്ങനെയാണ് ഈ യുദ്ധത്തിനെ കൺട്രോൾ ചെയ്തത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞ 4 മാസമായിട്ട്. അതിലൊരു മാറ്റവും ഇറാൻ വരുത്തിയിട്ടുമില്ല. ഇപ്പോൾ അതേ സ്ട്രെസ്സിൽ തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ഇതിൻ്റെയൊക്കെ താഴത്ത് വന്നിട്ട് നിൻ്റെ ഇറാൻ നിങ്ങളുടെ മുസ്ലിങ്ങൾ നിങ്ങളുടെ തന്തമാരായിട്ടുള്ള ഇറാനികളതാ എല്ലാം തീർന്നു ഒക്കെ എന്നും പറഞ്ഞിട്ട് കുറേ സംഖ്യകൾ വന്നിട്ട് താഴത്ത് ഇങ്ങനെ എന്താ പറയുക മെസ്സേജുകളും ഈ കമൻറ്റുകളൊക്കെ ഇട്ട് പോകുന്നുണ്ട്. എനിക്ക് അമ്മമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ പല തന്തമാർ ജൂതന്മാർ ഇപ്പോൾ അവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെ കൊണ്ടുപോയിട്ട് ഒരു തിരിച്ചറിയൽ പരേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് തന്ത ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ജിയും കൂടെ കൂട്ടുന്നല്ല. കാരണം ജിയാണ് നിങ്ങൾക്ക് തന്ത ചാർത്തി തന്നിട്ടുള്ളത്, അത് ഇസ്രായേലാണ് എന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇനി യുദ്ധത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇന്ന് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പം അബുദാബിയുടെ അറ്റ്നോക്കിൻ്റെ ഒരു ഷിപ്പ് ഇറാൻ്റെ മിസൈൽ വന്ന് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. UAE ആണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അഡ്നോക്ക് വെസലാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് പാസ് ചെയ്യുന്നതിൻ്റെ ഇടക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇറാൻ മിസൈലാണെന്ന് പറയുന്നുണ്ട്. ഇറാൻ്റെ സൈഡിൽ നിന്ന് കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. നോക്കാം ഇറാൻ അത് എന്താണെങ്കിലും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് തുറന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഇറാൻ ഇന്ന് ഇപ്പോൾ കുറച്ച് മുമ്പ് അബ്ബാസ് അറാച്ചിയുടെ ഒരു ഇത് വന്നതേ ഉള്ളൂ. ഞാൻ അതും കൂടെ കാണിച്ചിടാം. അബ്ബാസ് അറാച്ചി പറഞ്ഞ വേർഡാട്ടത്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പാണ് വന്നത്. അതായത് ഒമാനുമായിട്ടുള്ള ചർച്ച ഞങ്ങൾ ചെയ്തു എന്നുള്ളത് സത്യമാണ്. ഒമാനുമായിട്ടുള്ള ചർച്ചകളുടെ അന്തിമഘട്ടത്തിലോട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഞങ്ങൾ കംപ്ലീറ്റ്ലി തുറന്നിട്ടുണ്ടെന്ന്. കാരണം ഇതുവരെ ഈ ചർച്ചയുടെ അന്തിമ ഫലം പുറത്തു വിട്ടിട്ടില്ല. സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഇപ്പോഴും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ആരും അതിലൂടെ പാസ് ചെയ്യാൻ ട്രൈ ചെയ്യരുത്, ഇതിന് തീരുമാനം ഉണ്ടാക്കാതെ എന്ന് അബ്ബാസ് അറാച്ചി കുറച്ച് മുമ്പ് പറഞ്ഞതിൻ്റെ ക്ലിപ്പാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് അടഞ്ഞു തന്നെ കിടക്കും. അതിലൂടെ അഡ്നോക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ സഹായത്തോടെ അഡ്നോക്കിൻ്റെ ഇതങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് തീർത്ത് കളഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അതിനൊന്നും മാറ്റമൊന്നുമില്ല. കാരണം ഇന്നും അമേരിക്കയുടെ അമേരിക്കയുടെ ചില ഡ്രോണുകൾ ഇന്നും സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൻ്റെ മേലെ സർവൈലൻസ് ഡ്രോണുകൾ പറന്നിട്ടുണ്ട്. ഇറാൻ ഇന്നത് വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ആ ഒരു വാർത്തയും ഇന്ന് തന്നെ ഉച്ചയാകുമ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം അമേരിക്കയുടെ കയ്യിൽ ഇപ്പോഴും സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഇല്ലാതെ ഇറാൻ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. വീണ്ടും വ്യക്തമാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇന്നലെ നമ്മൾ കണ്ട അറബിക് മെക്ക ഡിഫൻസ് പാക്ട് ഇല്ലേ, ദ മെക്ക ഡിഫൻസ് പാക്ട്. ഇതിൽ തുർക്കി, തുർക്കി, സൗദി അതുപോലെ പാകിസ്ഥാൻ ഇവർ 3 പേരും സൈൻ ചെയ്ത് നമ്മൾ കണ്ടു. ഇതോടുകൂടി ഇത് ഇറാനെതിരെയാണെന്നൊക്കെയുള്ള ഇറാൻ പേടിക്കും ഇനി ഇവരെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളും ചില വാർത്തകളും വന്നു. ഇപ്പം അതിൻ്റെ ഡയറക്ടർ ഇതാണ് ജുദ്ദിത് യിൽമാസ്, അതായത് ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ടർക്കിയുടെ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്, ദ മെക്ക എഗ്രിമെൻറ്റ് ഈസ് നോട്ട് അഗെയിൻസ്റ്റ് ഇറാൻ ഓർ എനി അതർ കൺട്രി. അതായത് ഇറാനോണ്ടല്ല, അതായത് ഞങ്ങൾ അവരിതെടുക്കുക, ജാമ്യം എടുക്കുകയാണ്. ഞങ്ങളിത് ചെയ്തത് ഇറാനൊന്നും ചെയ്യാനല്ല കേട്ടോ, ഇറാൻ അത് കണ്ട് ഞങ്ങളൊന്നും ചെയ്യരുതേ, ഇത് ചെയ്തിട്ടുള്ളത് അവിടുത്തെ ഞങ്ങളുടെ പരസ്പര ധാരണകൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ പരസ്പര സെക്യൂരിറ്റി സിസ്റ്റത്തിന് വേണ്ടിയിട്ടും ഒരു ജോയിൻറ്റ് ഡിഫൻസ് ഡിറ്ററൻസിന് വേണ്ടിയിട്ടുമാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. ഇതൊരിക്കലും ഇതിന് വേണ്ടിയിട്ടല്ല, അതായത് ഇറാനെതിരെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇറാനെ തകർക്കാനോ അല്ലെങ്കിൽ ഇറാനെതിരെ യുദ്ധം ചെയ്യാനൊന്നുമല്ല എന്നും പറഞ്ഞിട്ട് അവരിപ്പം അവരുടെ പുതിയൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഇനി ഈ പ്രസ്താവനയിൽ പറഞ്ഞിട്ട് ഈ മെക്ക ഡിഫൻസ് പാക്റ്റിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അതായത് വാട്ട് ഇറ്റ് ഡസ്, ഇതിലെന്താണ് അവർ കാര്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ്. ഡിഫൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 രാജ്യങ്ങളും കൂടെ കൂടിയിട്ടുള്ളൊരു കലക്റ്റീവ് ഡിഫൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എന്നാണ് ആദ്യത്തെ മെയിൻ ഉദ്ദേശം. രണ്ടാമതായിട്ട് പറയുന്നത് എക്സ്പാൻഡ് ഡിഫൻസ് കോപ്പറേഷൻ, അതായത് ഇവർക്ക് പരസ്പരമുള്ള ഇവരുടെ ഡിഫൻസ്, അതായത് സൈനിക ഡിഫൻസ് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതെങ്ങനെ റിലേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തേതായിട്ട് ബിൽഡ് ഓൺ ഹിസ്റ്റോറിക്കൽ, അതായത് ചുമ്മാ ഒരു ഹിസ്റ്റോറിക്കൽ ടൈഅപ്സ്, രാജ്യങ്ങൾ പരസ്പരം പ്രത്യേകിച്ച് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒരു പരസ്പര ടൈ നല്ല രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡിഫൻസ് കോർപ്പറേഷൻ ശക്തിപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോർ ക്ലൂ എന്ന് പറഞ്ഞത്, അതായത് ഒരു അറ്റാക്ക് വരികയാണ് ഈ രാജ്യങ്ങളിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്ക്, ഈ 3 രാജ്യങ്ങളും ഒരുമിച്ച് ആ അറ്റാക്ക് ചെയ്ത രാജ്യത്തിനെ ഡിഫെൻഡ് ചെയ്യും അല്ലെങ്കിൽ അവരടിക്കും, അതിനുള്ള സപ്പോർട്ട് കൊടുക്കും. ഇപ്പം പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ യുദ്ധം വരികയാണെങ്കിൽ ഇന്ത്യൻ അടിക്കാനുള്ള സൗകര്യങ്ങൾ തുർക്കിയും സൗദിയും പാകിസ്ഥാന് കൊടുക്കും.
ഇതേ സ്ഥാനം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മളും ഈ പറഞ്ഞ സൗദിയായിട്ട് നല്ല അലയൻസിലുള്ളതാണ്. കഴിഞ്ഞ 2-3 മാസം മുമ്പാണ് നമ്മുടെ അവിടെ വരെ പോയത് നമുക്കറിയാം അല്ലേ. അവിടെ വരെ പോയിട്ട് അവിടെ നമ്മൾ അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് ഭാവിയിൽ നമ്മൾ കണ്ടു തന്നെ അറിയുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യ എത്രത്തോളം ബദ്ധവൈരികളാണ് നമുക്കറിയാം. അതിൻ്റെ നമ്മൾ തമ്മിലുള്ള യുദ്ധം ഇടയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സൗദി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുക, ആ സമയത്ത് നമ്മളും സൗദിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എത്രത്തോളം ആടി വിലയും എന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ടർക്കിയുടെ കാര്യമാണെങ്കിൽ ടർക്കിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനും സൗദിയും ടർക്കിനെ സപ്പോർട്ട് ചെയ്യും. അതുതന്നെ സൗദിക്ക് സൗദിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സൗദിനെ ഇറാൻ ഏതെങ്കിലും രീതിയിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ അപ്പം ടർക്കിയും പാകിസ്ഥാനും സൗദിനെ സപ്പോർട്ട് ചെയ്യും. അപ്പം ഇറാനുമായിട്ട് സൗദി എപ്പോഴും ഇടഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഏതേ രീതിയിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് സൗദിയും അതുപോലെ ഇപ്പുറത്തുനിന്ന് പാകിസ്ഥാനും ടർക്കിയും സൗദിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഇറാൻ അടിക്കേണ്ടി വരും. അപ്പം ഈ ഒരു ത്രികോണ അച്ചുതണ്ട് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പോൾ അവർ മുന്നോട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. അതായത് അതിൻ്റെ ഇടയ്ക്കൊരു മുൻകരുതൽ എടുക്കുകയാണ്, ഞങ്ങൾ ഇറാനെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു കരാറിലോട്ട് എത്തിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇതുവരെയുള്ള കുറച്ച് യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയുള്ളൂ. പ്രത്യേകിച്ച് മറ്റ് അപ്ഡേറ്റുകളൊന്നും ഇന്ന് വന്നിട്ടില്ല. ഇപ്പം ഇന്ന് ആക്രമിക്കും അല്ലെങ്കിൽ ഇന്ന് നാളെയൊക്കെ US ആക്രമിക്കുമെന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നുമല്ല, അവരെ കൊണ്ട് പറ്റില്ല. മാക്സിമം കയ്യിൽ നിന്ന് വിട്ട് നിൽക്കുകയാണ് എന്നുള്ളത് അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അത് സൈനിക ശക്തിയിലാണെങ്കിലും പിന്നെ എന്താ പറയുക മറ്റ് ഡിഫൻസ് സംവിധാനങ്ങളിലാണെങ്കിലും നല്ല രീതിയിൽ കുറവുള്ളതുകൊണ്ട് ഏതായാലും US ഇപ്പം കയറി അടിക്കില്ല, ഇറാൻ അതിനായിട്ട് സമ്മതിക്കാനും പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റുകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയറും ലൈക്കൊക്കെ തരിക. അടുത്ത ഒരു അപ്ഡേറ്റഡ് വീഡിയോയിൽ കാണാം. ബൈ.